വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ചെറിയൊരു മടിയും ഇതൊക്കെ പിന്നെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കലുണ്ടായില്ല. പിന്നെ ഇന്നിപ്പോൾ അച്ചിക്കുട്ടന് പരീക്ഷയുണ്ട്. അപ്പോൾ അച്ചിക്കുട്ടൻ സ്കൂളിൽ പോയേക്കുവാണ്. മോശേനെയും നമ്മുടെ അമ്മക്കുട്ടനെയും കൂടി കടയിൽ പറഞ്ഞു വിട്ടേക്കുവാണ്. അപ്പോൾ ഇന്നതാ 11:30 കഴിഞ്ഞു കേട്ടാ. ജോലിയപ്പോൾ ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഉച്ചക്കത്തേക്കുള്ള ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ അടുപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പെട്ടെന്ന് എൻ്റെ കുക്കിങ് ആരംഭിക്കണം. അപ്പം എന്തായാലും നമുക്ക് വീട് കിട്ടാം. ഞാനിപ്പോൾ ചോറ് മാത്രം അരിയൊക്കെ ഇട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. ചോറ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കി കറികളൊക്കെ ഇനി വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കൊണ്ടൊരു മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചിക്കനായിട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടതെല്ലാം ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്നിന് കഴുകി ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകി ക്ലീൻ ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് പുരട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ചിക്കൻ വെക്കാം. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുക്കർ ചിക്കനാണ്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നമ്മുടെ കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ ചൂടായിട്ട് നമുക്കപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ കുമ്പളങ്ങയിൽ ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴാണ് ഉപ്പിട്ട് ഞാൻ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ വേപ്പിലയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പം നമ്മുടെ സവാളയൊക്കെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഒരു തേങ്ങ പൊട്ടിച്ചെടുത്ത് നിമോശാണ് ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, രണ്ടുപേരും കൂടി ഇന്ന് കളിക്കുവാണ്. അപ്പോൾ എന്തായാലും തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുത്ത് കുത്തിയൊക്കെ എടുത്ത് ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൽ എല്ലാ പൊടികളും കൂടി എടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ആ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചിക്കുട്ട സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായി. അപ്പോൾ അച്ചിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ഫോട്ടോയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറൊന്ന് നല്ലപോലെ അടച്ച് വെച്ചു വിട്ടു. അപ്പോഴത്തേക്കും ഞാൻ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഞാൻ 3-4 അവർക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ അച്ചിക്കൂട്ടൻ ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ പിന്നെ റെസ്റ്റൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴയൊക്കെ വന്നായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇന്നലെ നല്ല ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. അപ്പം ഇന്ന് നല്ലൊരു മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ ആ മഴ സമയത്ത് നമ്മുടെ നിമോചേട്ടൻ മുറ്റമടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ മഴ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ 2 കുറുമ്പന്മാരും കൂടി ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നു. അങ്ങനെ അപ്പോൾ നിമോചേട്ടൻ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മുറ്റം തൂക്കുവാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ